തുടക്കം പോരാ, നടുക്ക് കുഴപ്പമില്ല, ഒടുക്കം കണ്ടിരിക്കാം. നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ വന്ന ഡിജോ ജോസിൻ്റെ പുതിയ ചിത്രമായ മലയാളി ഫ്രം ഇന്ത്യയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പടം വലിയ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാം, എന്നാൽ അത് കാര്യമായിട്ടൊന്നും അതിലില്ല. പിന്നെ ഈ സംഖ്യകൾ എടുത്തിട്ട് ട്രോളി കഴിഞ്ഞാൽ പടം ഹിറ്റാകുമെന്ന് സംവിധായകൻ എന്തെങ്കിലും പൂർവ്വകാല എക്സ്പീരിയൻസ് എന്ന് അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്. അതൊക്കെ വെറുതെ. ശരിയാണ്, മലയാളികൾ ബഹുഭൂരിപക്ഷം ആൻറ്റി സംഖ്യകളാണ്. സംഖ്യകൾ ചൊറിയുന്നത് കാണാൻ പൊടിക്കൊരു രസവും കാണും അവർക്ക് എന്ന് കരുതി 150 രൂപ ചിലവാക്കി ഈ ചൊറി കാണേണ്ട ഗതികേടൊന്നും മലയാളികൾക്ക് നിലവിലില്ല. നിവിൻ പോളി റിട്ടേൺസ് എന്ന ടാഗ്ലൈനോടുകൂടി പുള്ളിയുടെ ആസനം ഉൾപ്പെടെ വിറ്റ് മാർക്കറ്റ് ചെയ്ത് ഡിജോ ജോസ് സകലമാന റീൽസിലും കയറി ഇറങ്ങി നിറങ്ങിയപ്പോഴേ എനിക്ക് ചെറുതായിട്ടൊന്ന് മണത്തതാണ്. പിന്നെ നിങ്ങളൊരു കട്ട നിവിൻ പോളി ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോജിക്കില്ലാത്ത തമാശകളൊക്കെ കേട്ട് കൂടുകൂടെ ചിരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ടിക്കറ്റ് എടുത്തോ. ചൂടുകാലമല്ലേ, കുറച്ച് ഒരു AC-ലിരിക്കാം. തുടക്കം പോരാ, നടുക്ക് കുഴപ്പമില്ല, ഒടുക്കം കണ്ടിരിക്കാം. നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ വന്ന